നമസ്കാരം. എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ 2025 മീനൻ രാശിക്കാരായ പുരുരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും എന്നാണ്. ആദ്യം പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥിതി പറയാം. നിങ്ങളുടെ രാശിയാധിപൻ വ്യാഴമാണ്. വ്യാഴം വർഷാരംഭത്തിൽ നിങ്ങളുടെ 3-ാം ഭാവത്തിലാണ്. 3-ലുള്ള വ്യാഴം നിങ്ങൾക്കൊരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കിട്ടുക. മെയ് 14-ന് വ്യാഴം നിങ്ങളുടെ 4-ാം ഭാവത്തിലേക്ക് രാശി മാറും. 4-ലുള്ള വ്യാഴം നിങ്ങൾക്ക് കേന്ദ്രത്തിലാണ്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ രാജയോഗപ്രദമായ ഗുണങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങും. ശനി വർഷാരംഭത്തിൽ നിങ്ങളുടെ 12-ാം ഭാവത്തിലാണ്. അതുപോലെ മാർച്ച് 29-ന് ശനി നിങ്ങളുടെ സ്വന്തം രാശിയിലേക്ക് പറഞ്ഞാൽ ലഗ്നത്തിലേക്ക് മാറും. ലഗ്നത്തിലുള്ള ശനി ജന്മശനി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ശനിയുടെ ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് നിങ്ങൾക്ക് കിട്ടുക. അതുപോലെ രാഹു വർഷാരംഭത്തിൽ നിങ്ങളുടെ സ്വന്തം രാശിയിൽ തന്നെയാണ്. മെയ് 18-ന് രാഹു വക്രഗതിയിൽ നിങ്ങളുടെ 12-ാം ഭാവത്തിലേക്ക് രാശി മാറും. കേതു വർഷാരംഭത്തിൽ നിങ്ങളുടെ 7-ാം ഭാവത്തിലാണ്. അതുപോലെ മെയ് 18-ന് കേതു വക്രഗതിയിൽ നിങ്ങളുടെ 6-ാം ഭാവത്തിലേക്ക് രാശി മാറും. പുതുവർഷം നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങളും അതുപോലെ നേട്ടങ്ങളും കിട്ടുന്ന ഒരു വർഷം തന്നെയായിരിക്കും. വിദ്യാർത്ഥികൾക്ക് 2025 പഠനത്തിൽ നല്ലതാകും. മെയ് 14 മുതൽ കൂടുതൽ അനുകൂലമാകും. ബുദ്ധിയും അറിവും വർദ്ധിക്കും. വിദ്യയിൽ ഉന്നതി ഉണ്ടാകും. ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാൻ അതുപോലെ ഉന്നത പഠനത്തിന്, വിദേശ പഠനത്തിനൊക്കെ അനുകൂലമാണ്. പിന്നെ മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കാൻ പറ്റും. മുടങ്ങിയ പഠനം തുടരാൻ സാധിക്കും. അതുപോലെ അറിവ് വർദ്ധിക്കും. ബുദ്ധി ഉപയോഗിച്ച് എല്ലാ മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്കും ഉന്നത വിജയം നേടാൻ സാധിക്കും. ആരോഗ്യപരമായിട്ട് 2025 നിങ്ങൾക്ക് ആരോഗ്യ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. ലഗ്നത്തിലുള്ള ശനി ചില ടെൻഷൻ അതുപോലെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കും. മെയ് 14 മുതൽ നിങ്ങൾക്ക് ആരോഗ്യം കൂടുതൽ നല്ലതാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നമുള്ള ആളുകളൊക്കെ നല്ല ശ്രദ്ധ വേണം. യോഗ ചെയ്യണത്, മെഡിറ്റേഷൻ ചെയ്യണതൊക്കെ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ടെൻഷൻ അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറയും. തൊഴിൽപരമായിട്ട് 2025 നിങ്ങൾക്ക് മെയ് 14 മുതൽ 4-ലുള്ള വ്യാഴം നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കും. തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകും. അറിവും ബുദ്ധിയും വർദ്ധിക്കും. പുതിയ നല്ല തൊഴിലവസരങ്ങളൊക്കെ വന്നു ചേരും. അതുപോലെ ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാൻ, വിദേശ ജോലി കിട്ടാൻ, അതുപോലെ ഗവൺമെൻറ് മേഖലയിൽ ജോലി കിട്ടാൻ ഒക്കെ അനുകൂലമാണ്. അതുപോലെ പ്രൊമോഷൻ കിട്ടാൻ, ശമ്പള വർധനവിനൊക്കെ അനുകൂലമാണ്. ബിസിനസ് പരമായിട്ട് നിങ്ങൾക്ക് വർഷത്തിൻ്റെ ആരംഭത്തിൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. എങ്കിലും മെയ് 14 മുതൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. പുതിയത് തുടങ്ങാൻ അതുപോലെ മുടങ്ങിയ ബിസിനസ്സൊക്കെ തുടരാൻ നിങ്ങൾക്ക് സാധിക്കും. വിദേശ ബിസിനസ് ചെയ്യുന്നവർക്ക്, ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്ക്, എല്ലാ മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർക്കും ലാഭം വർദ്ധിക്കും. കുടുംബപരമായിട്ട് 2025 നിങ്ങൾക്ക് മെയ് 14 മുതൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് 4-ലുള്ള വ്യാഴം കുടുംബ അഭിവൃദ്ധി ഉണ്ടാക്കും. സന്തോഷവും ഭൗതിക സുഖവും വർദ്ധിക്കും. കുടുംബാംഗങ്ങളായിട്ട് നല്ല ഐക്യത്തോടെ മുന്നേറാനായിട്ട് സാധിക്കും. മറ്റെല്ലാവരുടെയും സഹായ സഹകരണം കിട്ടാൻ തുടങ്ങും. പിന്നെ പുതിയ ഇത് വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. എന്തെങ്കിലുമൊക്കെ വസ്തു വാങ്ങാൻ, അതുപോലെ വീട് വെക്കാൻ, പിന്നെ വീട് പണിയൊക്കെ മുഴുവിപ്പിക്കാൻ സാധിക്കും. വീട് മോടി പിടിപ്പിക്കാൻ പറ്റും. പിന്നെ വാഹനം വാങ്ങാനൊക്കെ അനുകൂലമാണ്. പിന്നെ യാത്രകൾ, ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കും. അതുപോലെ ചിലർക്കും വീട് മാറി താമസിക്കാനൊക്കെ സാധിക്കും. പിന്നെ വീട്ടിൽ ശുഭകാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ വിവാഹം നടക്കാൻ, സന്താന ഭാഗ്യം, അതുപോലെ തന്നെ സന്താന സുഖം വർദ്ധിക്കും. പിന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ സന്താനങ്ങൾക്കൊക്കെ ശുഭകാര്യങ്ങൾ നടക്കും. ഏഴരശനി ഉള്ള കാരണം കൊണ്ട് തന്നെ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ നല്ല ശ്രദ്ധയോടെ വേണം. മറ്റുള്ളവരോടുകൂടി ആലോചിച്ച് ചെയ്യണത് നിങ്ങൾക്ക് കൂടുതൽ നല്ലതാകും. അതുപോലെ നിങ്ങൾ പണമിടപാടുകളിലൊക്കെ നല്ല ശ്രദ്ധ വേണം. ശുഭകാര്യങ്ങൾക്ക് വേണ്ടി, യാത്രകൾക്ക് വേണ്ടിയൊക്കെ ചിലവ് വർദ്ധിക്കും. പിന്നെ ധനപരമായിട്ട് 2025 മെയ് 14 മുതൽ 4-ലുള്ള വ്യാഴം നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. അതുപോലെ ചിലർക്ക് പൂർവിക സ്വത്ത് കിട്ടാൻ, അതുപോലെ മറ്റുള്ളവരുടെ ഒക്കെ സഹായ സഹകരണം കിട്ടും. ഒന്നിൽ കൂടുതൽ ധനവരുമാനവും ലാഭവും ഉണ്ടാക്കാൻ സാധിക്കും. സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കും. മറ്റെല്ലാ ഗ്രഹങ്ങളും നിങ്ങൾക്ക് കൂടുതലും ശുഭഫലമാണ് കിട്ടുക. ഇനി നിങ്ങൾ എല്ലാ ശനിയാഴ്ചകളിലും വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, അതുപോലെ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം കത്തിക്കുന്നത്, അതുപോലെ നിങ്ങളെ സർപ്പപ്രീതി വരുത്തുന്നതൊക്കെ നിങ്ങൾക്ക് ദോഷം മാറി ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്